ഒടുവിൽ ഏതായാലും നമ്മൾ താറ് വന്നെത്തി 12.99 ലാക്ക് മുതൽ പെട്രോൾ വേരിയൻറ്റും അതേപോലെ തന്നെ 13.99 ലാക്ക് മുതൽ ഡീസൽ വേരിയൻറ്റും വരുന്നുണ്ട്. ഓൺ റോഡ് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 14-15 ലക്ഷം വരും. ഡീസൽ വേരിയൻറ്റിന് പെട്രോൾ വേരിയൻറ്റിനേക്കാണ് 1 ലാക്ക് അധികമായിരിക്കും വരിക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഗ്രേ കളറും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറുമാണ്. ഗ്രേ കളർ നല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, കാരണം കാണാൻ തന്നെ ഒരു വലിയ മാസ് ബീസ്റ്റ് ലുക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ DRL തൊട്ടിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്കാണ് ഇപ്പോൾ താറ് പുതിയത് വന്നിരിക്കുന്നത്. സംഭവം താർ 3 ഡോറുമായിട്ട് നല്ല മാച്ചിങ് ഉണ്ട് എന്നുണ്ടെങ്കിലും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കിതൊരു വേറെ വണ്ടിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. വണ്ടിയുടെ സൈസും അതേപോലെ ടയറിന്റെ സൈസും DRLന്റെ ഷേപ്പും ഒക്കെ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് തന്നെയാണ് വന്നത്. അതേപോലെ തന്നെ 240 ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറും ഒന്നും പറയാനില്ല, കാരണം താറ് എന്നും ബ്ലാക്ക് കളറിലൊരു ലുക്ക് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ അതേപോലെ തന്നെയാണ്. നല്ല വൈറ്റ് ലെതർ ഇൻറ്റീരിയർ, അതേപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. സ്പേസ് ഉദ്ദേശിച്ച് താറ് 3 ഡോറിനെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഈ ഗ്രേ താറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിലും അതും അതേപോലെ തന്നെയാണ്, ഒരു രക്ഷയില്ല. ലെതർ കോട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ സ്ക്രീന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും പിന്നെ ADAS ഫീച്ചേഴ്സ്, അതേപോലെ ഇതിൻ്റെ ഈ സ്ക്രീനും ചേഞ്ച് ആയിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ എന്താ പറയുക, താറ് ഇൻറ്റീരിയറിലും ഒരു പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഉറപ്പുള്ള സംഭവം തന്നെയാണ്. താർ 3 ഡോർ പോലെ തന്നെ ബാഡ്ജ് ഉണ്ട്. പിന്നെ ഈ ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് താർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ഇതിൽ അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും താർ ഒരു ഫാമിലി വെഹിക്കിൾ അല്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ്. അതേപോലെ പനോരമിക് സൺറൂഫ്, അതും ഒരു രക്ഷയില്ല. അതേപോലെ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ 4x4ൻ്റെ പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, അതും ഉടൻ ദിവസങ്ങളിൽ വരും. അതേപോലെ ഈ ചെറിയ സ്പീക്കേഴ്സ് ഒക്കെ എവിടെയൊക്കെയാണ് കൊടുത്തത് നോക്കി, സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷ ഉണ്ടാവില്ല, കാരണം ഹർമാൻ്റെ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ബാക്ക് പഴയ താറ് പോലെ തന്നെയാണ് ഓപ്പൺ ആവുന്നത്, ബൂട്ടൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷേ ബൂട്ട് സ്പേസ് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം കൂടുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും ഇനി ലോങ് ട്രിപ്പിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, കാരണം ഇനി സ്പേസ് ഇല്ല എന്ന് പറയരുത്. ബാക്കും അതേപോലെ തന്നെ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. ബാക്കിൽ നമുക്ക് LED ടൈൽ ലൈറ്റ് കാണാൻ കഴിയും. റാംഗ്ലർ ആണ് എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ശരിക്കും റാംഗ്ലറിനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് താർ റോക്സ്. ഇപ്പോൾ വന്ന വണ്ടികളൊക്കെ ഹാർഡ് ടോപ്പിലാണ് വന്നത്. ഏതായാലും ഇതിനി ഇന്ത്യൻ റോഡുകളിലേക്ക് ഇറങ്ങുമെന്നും അത് സക്സസ് ആവും എന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല, കാരണം മഹീന്ദ്ര തന്നെയാണ് അതിൻ്റെ ഒരു ഉറപ്പ്. വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ നമുക്ക് ഷോറൂമുകളിൽ ഇത് അവൈലബിൾ ആവും എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി ഇതിൻ്റെ ഡെലിവറിയും വരും. ഏതായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.